ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വണ്ടിക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്കാണ് കേട്ടോ നമ്മുടെ ട്രിപ്പ്. അപ്പോൾ ഈ യാത്ര ആരംഭിക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ നിന്നാണ് കേട്ടോ. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് രാജൻ ഭാസ്കർ എന്ന ട്രാവൽസിൻ്റെ ഒപ്പമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ 17 സീറ്റ് കൊണ്ടാണ് ഞാൻ ഊട്ടിക്ക് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ച വിശേഷങ്ങളും ഈ വീഡിയോയിലൂടെ കാണാം. അങ്ങനെ ഞങ്ങൾ പോയത് നിലമ്പൂർ വഴിയാണ് കേട്ടോ. പക്ഷേ നിലമ്പൂരൊന്നും വണ്ടി നിർത്തിയില്ല, അതുകൊണ്ട് അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ഈ പാസ് കഴിഞ്ഞുള്ള ചെക്ക് പോസ്റ്റാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് പോയപ്പോൾ പിന്നെ കണ്ടത് പൈൻ ഫോറസ്റ്റാണ്. അവിടെയും നമ്മുടെ പാർട്ടിക്കാർ ആരും ഇറങ്ങിയില്ല, അതുകൊണ്ട് അവിടെയും കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ കാട് എത്തി. അവിടെ എത്തിയപ്പോൾ ഒരു കരിങ്കുരങ്ങനെ കണ്ടു. നല്ലൊരു വലിയൊരു കരിങ്കുരങ്ങ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 3 മണി 3:30 ആയിട്ടാണ് ഞങ്ങൾ ഊട്ടി എത്തിയപ്പോൾ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനുള്ള ഹോട്ടലിൽ കയറി. അത്യാവശ്യം നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. നമ്മൾ പാർട്ടിക്കാർ റിവ്യൂ നോക്കി കയറുന്നതുകൊണ്ട് നമ്മുടെ ഹോട്ടൽസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഹോട്ടലിൽ തന്നെ കയറി നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടാണ്. പിന്നെ അവിടെ നിന്ന് പിന്നെ പോയത് നേരെ ഞങ്ങളുടെ വില്ലയിലേക്കാണ്. അപ്പോൾ ഒരു വീട് മൊത്തമായിട്ട് കേട്ടോ ഞങ്ങൾ താമസിക്കാനെടുത്തത്. അപ്പോൾ ആ വില്ലയുടെ ഫ്രണ്ട് ഭാഗമാണ്, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. ഫ്രണ്ട് വ്യൂ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് കാണുന്ന വ്യൂസാണ് ഈ കാണുന്നത്. ഇവിടെ തന്നെ ട്രെയിനും പോകുന്നത് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ വില്ലയിൽ വെച്ചതിന് ശേഷം ഊട്ടിയിലേക്ക് കറങ്ങാൻ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ആദ്യം പോയത് ബോട്ട് ഹൗസിലേക്കാണ്. ബോട്ടിങ്ങിനാണ് പോയത് കേട്ടോ. പക്ഷേ നമ്മുടെ പാർട്ടിക്കാർക്ക് ബോട്ടിങ്ങൊന്നും പോകാൻ പറ്റിയില്ല, കാരണം 5 മണിക്ക് അവിടെ ക്ലോസ് ആക്കിയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ്, അവർ ബോട്ടിങ്ങൊന്നും പോയിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പാർട്ടിക്കാർ വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ പിന്നെ അവിടെയുള്ള കാഴ്ചകളുണ്ട് ഈ കാണുന്നത്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു കപ്പലിട്ട് കച്ചവടക്കാരനെ കണ്ടു. ചോളം ഒക്കെ വിൽക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ അവൻ്റെ ഒരു വലിയ കപ്പലിനും വാങ്ങിച്ച് ഈ തണുപ്പത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കപ്പലിൻ്റെയൊക്കെ കഴിച്ച് വീണ്ടും പാർട്ടിക്കാരെ വെയിറ്റ് ചെയ്ത് ഞാൻ വണ്ടി തന്നെ ഇരുന്നു കേട്ടോ. ഊട്ടിയിൽ കുതിര സവാരി എല്ലാ മുക്കിലും മൂലയിലും അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വില്ലയിലെത്തി. ഞാൻ എൻ്റെ വണ്ടി സേഫായിട്ട് പാർക്കൊക്കെ ചെയ്തിട്ടാ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അടുത്ത ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടാണ്. എനിക്കും ഈ വില്ലയിൽ ഒരു റൂം റെഡിയാക്കി തന്നു കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ പോയത് സൂയിസൈഡ് പോയിൻ്റ് കാണാനാണ് കേട്ടോ. ഈ കാണുന്ന വളവ് തിരിഞ്ഞ് നേരെ മുകളിലേക്ക് പോയിട്ടാണ് അവരെ അവിടെ ഇറക്കി വിട്ട് തിരിച്ച് താഴെ വന്ന് വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ. അങ്ങനെ ചെന്നത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ തിരക്കില്ലാണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റി. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും റോഡിൻ്റെ ഇരുവശങ്ങളും വാഹനങ്ങളൊന്നും നിറഞ്ഞു കേട്ടോ. പിന്നെ അടുത്തായിട്ട് ഞങ്ങൾ പോയത് മുരുകൻ ഹില്ല് കാണാനാണ് കേട്ടോ, മുരുകൻ ടെമ്പിൾ. അങ്ങനെ ഈ കാണുന്നതാണ് കേട്ടോ മുരുകൻ ടെമ്പിൾ. മുരുകൻ ഹിൽ ടെമ്പിൾ എന്നോ അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്തായിട്ട് ഞങ്ങൾ പോയത് റോസ് ഗാർഡനിലേക്കാണ് കേട്ടോ. ഈ അമ്പലത്തിൽ നിന്നും ഏകദേശം 700 മീറ്റർ അങ്ങോട്ടേക്കേ ഉള്ളൂ. പക്ഷേ ഞാൻ പോയത് ഗൂഗിൾ മാപ്പ് നോക്കിയാണ്. നമുക്ക് മെയിൻ വഴി ടൗണിൽ കൂടെ കറങ്ങി അങ്ങോട്ടേക്ക് കറക്റ്റ് വഴി വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ മാപ്പ് നോക്കി പോയപ്പോൾ ട്രാവലർ കൊണ്ട് ചെന്ന് ശരിക്ക് വലത്തോട്ടും ഇടത്തോട്ട് തിരിയാൻ പറ്റാത്ത ഒരു ടി ജംഗ്ഷനിലെത്തി. പിന്നീട് ഞാൻ ട്രാവലർ നേരെ റിവേഴ്സ് വെച്ച് ഇറക്കിയാണ് കേട്ടോ മെയിൻ റോഡിലെത്തിയത്. അങ്ങനെ റോസ് ഗാർഡനും കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനാണ് കേട്ടോ. ഊട്ടി ടൗണിൽ തന്നെയുള്ള സുക്ക എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. റെസ്റ്റോറൻറ്റും റൂംസും
എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അവിടെ. ഊട്ടി ടൗണിൽ തന്നെയാണ്. പിന്നീട് ഞങ്ങൾ പോയത് ബൊട്ടാനിക്കൽ ഗാർഡൻ കാണാനാണ് കേട്ടോ. അതും കണ്ടു കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ടീ ഫാക്ടറിയിലേക്ക് പോയത്. ഇപ്പോൾ ടീ ഫാക്ടറിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ടീ ഫാക്ടറിയുടെ ഫ്രണ്ടിലുള്ള ടോപ്പ് സ്റ്റേഷൻ അല്ല ടോപ്പ് വ്യൂ ആണ് കാണുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ടീ ഫാക്ടറിയിലേക്ക് കയറുമ്പോഴുള്ള മുന്നേ ഉപയോഗിച്ചിരുന്ന പഴയകാല ചായ നിർമ്മാണ യൂണിറ്റാണ് കാണുന്നത്. ഞങ്ങൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ടീ ഫാക്ടറിയുടെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഈ ടോപ്പ് വ്യൂ വരുന്നത്. അങ്ങനെ ആ ടോപ്പ് വ്യൂവും കണ്ട് കുറേ നേരം നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി. ഇത് പിറ്റേ ദിവസം കാലത്താണ് കേട്ടോ. ഇത് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ പാർട്ടിക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഊട്ടി ടൗണിൽ നിന്ന് കൂനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അവരെ കൊണ്ടുവന്നാക്കിയിട്ടാണ്. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് കാലിയായിട്ട് തിരിച്ച് ഊട്ടി ടൗണിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ഞാനും അഹനും മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു നല്ലൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ സീനറി കണ്ടപ്പോൾ അവിടെ നിർത്തി ആ വീഡിയോസ് എടുത്തു. അങ്ങനെ ഞാൻ ഊട്ടി ടൗണിലെത്തി വണ്ടി പാർക്ക് ചെയ്തു. ആ സമയത്താണ് ഊട്ടിയിലെ ട്രെയിൻ ഞാൻ നേരിട്ട് കാണുന്നത് കേട്ടോ. ഊട്ടി ട്രെയിൻ സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നത്. അങ്ങനെ തന്നെ അവർ വന്ന് ട്രെയിൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാർട്ടിക്കാരനെ വിളിച്ചു. അങ്ങനെ അവരെടുക്കാൻ പോയി. അങ്ങനെ 3ാമത്തെ ദിവസം ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്കാണ് ഞങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ കണ്ടപ്പോൾ അവിടെ നിർത്തി. അങ്ങനെ എൻ്റെ 3 ദിവസത്തെ ഊട്ടി ട്രിപ്പിൻ്റെ വീഡിയോ സഞ്ചരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.